നോമ്പായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എൻ്റെ ഫിറ്റ്നസ് റൂട്ടീനിൽ വരുത്താൻ പോകുന്നില്ല. ജസ്റ്റ് എല്ലാത്തിൻ്റെ ടൈമിംഗ് ഒന്ന് മാറ്റുന്നു. ഓക്കെ, കീപ് ഇറ്റ് ദാറ്റ് സിമ്പിൾ. നോമ്പിന് എങ്ങനെ വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്യണമെന്ന് ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നിങ്ങളിപ്പോൾ എന്ത് പ്ലാനാണോ ഫോളോ ചെയ്യണേ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് ജസ്റ്റ് ഇതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് മാറ്റിയാൽ മതി നോമ്പിനനുസരിച്ചിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നോമ്പ് തുറന്ന ഉടനെ പള്ളിയിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് എന്താ പറയുക തറാവിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പോയിട്ട് വർക്കൗട്ട് ചെയ്യാനാണ്. അപ്പം ഞാനിവിടെ വർക്കൗട്ട് മാറ്റുന്നില്ല, പക്ഷേ നോർമലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ചെയ്തത് കുറച്ച് ലേറ്റർ ഡ്യൂറിങ് ദ ഡേ ആക്കുന്നുള്ളൂ. ആൻഡ് എൻ്റെ ഡയറ്റിലും ഞാൻ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. ഞാൻ ഫോളോ ചെയ്ത് അതേ മീൽസ് കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ടൈമിങ് കാര്യങ്ങളൊന്നും മാറ്റും. ഞാൻ നോർമലി മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് അത്താഴത്തിന് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഉച്ചക്ക് അല്ലെങ്കിൽ നൈറ്റ് കഴിച്ച മീല് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്താണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രാത്രി വേറൊരു മീൽ കൂടി കഴിക്കും. അപ്പോൾ ഞാൻ നോർമലി 3 മീൽസാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. ജസ്റ്റ് ടൈമിംഗ് ഒന്ന് ഇവിടെ മാറ്റിയെന്നുള്ളൂ. അതേപോലെ ഉറക്കത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മാക്സിമം ഒരു 7-8 മണിക്കൂർ എങ്ങനെയെങ്കിലും ഉറങ്ങാൻ നോക്കും. രാത്രി ജിമ്മിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. ഒരു 11:30 ഒരു 12 മണിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് 5 മണി 5:15 ആകുമ്പോൾ രാവിലെ എണീക്കേണ്ടി വരും. പിന്നെ ഉറക്കം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ലേറ്റർ ഡ്യൂറിങ് ദ ഡേ മേ ബി ആഫ്റ്റർ സുബഹി തന്നെ ഞാൻ ഒരു 2-3 മണിക്കൂറും കൂടി ഉറങ്ങാൻ നോക്കും. ഇല്ലെങ്കിൽ എനിക്ക് അപ്പം ടൈം കിട്ടണമെങ്കിൽ വേറെ ഏതെങ്കിലും ടൈം രാവിലെ തന്നെ ഈ ഉറക്കം ബാലൻസ് ചെയ്യാൻ നോക്കും. ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. നോമ്പ് വെച്ചിട്ട് സ്പെഷ്യൽ ഡയറ്റോ സ്പെഷ്യൽ വർക്കൗട്ടോ ഒന്നും നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പ്രോസസ്സ് കാര്യങ്ങൾ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പോവുക. ഒന്നും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അതേപടി ഫോളോ ചെയ്താൽ മതി നോമ്പിൻ്റെ ടൈം അനുസരിച്ചിട്ട്. ആൻഡ് ഈ നോമ്പിൻ്റെ സമയത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഫോളോ ചെയ്യുക.